ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് നമ്മുടെ 93-ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? ശിവ, അവന് സത്യം തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതല്ലേ? എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു അന്വേഷണം? ഇത്രയും കാലം അളിയനെ കുറിച്ച് ശിവനെ കുറിച്ച് പറയുമ്പോൾ നീ കേൾക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ ആരു? ഞാൻ ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. അത് ശിവേട്ടൻ ആരും എന്താ പറയാൻ ഒരുങ്ങിയതും ശിവ സ്റ്റാഫ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു. ഡ്യൂട്ടി ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതൊരു അലർച്ചയായിരുന്നു. അവന്റെ ശബ്ദം കേട്ട പാറണം പായുന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ബാഗിൽ വെച്ചു. ആ റൂമിലുള്ള എല്ലാവരും അവന്റെ ഭാവം കണ്ട് പകച്ചു നിന്നിരുന്നു. റൂം നമ്പർ 384 പേഷ്യന്റ് ഡ്യൂട്ടി ആർക്കാണ്? അവൻ അതേ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചതും പാറണ പേടിയോടെ തൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റു. എനിക്കാണ് ഡോക്ടർ. വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അത് പറയുമ്പോൾ ശിവ ദേഷ്യത്താൽ വിറച്ചിരുന്നു. ആ പേഷ്യന്റിന് 11:30 മുമ്പ് മെഡിസിൻ കൊടുക്കേണ്ട കാര്യം ഓർമ്മയില്ലേ? അവരുടെ ബൈസ്റ്റാൻഡർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞത്. സ്വന്തം ഡ്യൂട്ടി കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോവുക, അല്ലാതെ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഓരോന്ന് കെട്ടിയിറങ്ങി വന്നോളൂ. ശിവ പറയുന്നത് കേട്ട് തല കൊനിച്ച് നിൽക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞങ്ങനെ കണ്ണീരൊഴിപ്പിച്ച് നിന്നാ മതിയല്ലോ. മായ, കം വിത്ത് മീ. അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പാർവണിയെ പുച്ഛത്തോടെ നോക്കി പിന്നാലെ മായയും. പാർവണ തല കുനിച്ചുകൊണ്ട് തന്നെ സീറ്റിൽ പോയിരുന്നു. ജാനകി ചേച്ചി ഒരു ആശ്രയം എന്നോണം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങിയ ശിവ നേരെ പോയത് റൂം 384 പേഷ്യന്റിന്റെ അടുത്തേക്കായിരുന്നു. അവളോടുള്ള ദേഷ്യം തീർക്കാനാണ് അവളെ അത്രയും വഴക്ക് പറഞ്ഞത്. പക്ഷെ അതെല്ലാം കേട്ട് തല കുനിച്ച് കണ്ണീരോടെ നിൽക്കുന്ന അവളെ കാണുന്തോറും അവളെക്കാൾ 1000 ഇരട്ടി തനിക്കാണ് വേദനിച്ചത്. എത്രയൊക്കെ വെറുക്കാൻ ശ്രമിച്ചാലും എൻ്റെ അല്ല എന്ന് മനസ്സിലെ പറഞ്ഞ് പഠിപ്പിച്ചാലും അവൾ കൺമുന്നിൽ വരുമ്പോൾ സ്വയം നഷ്ടപ്പെടുന്ന പോലെ, അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മനസ്സ് വെമ്പുന്ന പോലെ. അവൻ ഓരോന്ന് ആലോചിച്ച് പേഷ്യന്റിന്റെ റൂമിന് മുന്നിൽ എത്തിയിരുന്നു. 40-50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ബെഡിൽ കിടക്കുന്നുണ്ട്. അടുത്തുള്ള ചെയറിൽ അവർക്കൊപ്പം മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. ശിവയെ കണ്ടത് അവർ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. സോറി അമ്മേ, കുറച്ച് ലൈറ്റായി പോയി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ ഒരു പുഞ്ചിരിയോടെ അവരുടെ അരികിൽ വന്ന് പൾസ് ചെക്ക് ചെയ്തു. മായ, ആ ഇഞ്ചക്ഷൻ കൊടുത്തോളൂ. അവനത് പറഞ്ഞതും മായ സിറിഞ്ചുമായി അവരുടെ അരികിലേക്ക് വന്നു. ഇന്നെന്താ ഈ കുട്ടി? പാർവണമോളെവിടെ? ആശ്രയി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ നേഴ്സ് കുറച്ച് തിരക്കിലാണമ്മേ. ഇന്ന് അമ്മയ്ക്ക് മരുന്ന് തരുന്നത് ഞാനാണ്. മായ പുഞ്ചിരിയോടെ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാൻ നിന്നതും അവർ കൈ പിന്നിലേക്ക് വലിച്ചു. ഞാനിവിടെ വന്നത് മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് പാർവണമോളായിരുന്നു. അതുകൊണ്ട് വേറെ ആരെങ്കിലും വന്ന് എനിക്ക് പേടിയാണ്. തിരക്കില്ലെങ്കിൽ പാർവണമോളോടൊന്ന് വരാൻ പറയോ? അതൊന്നും പറ്റില്ല, അവള് കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞില്ലേ? മായ ചെറിയ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അത് സാരമില്ല, അവളുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അമ്മ ഇതെന്തൊക്കെയാ പറയണേ? ഈ ഇഞ്ചക്ഷൻ അങ്ങനെ തോന്നിയ സമയത്തൊന്നും എടുക്കാൻ പറ്റില്ല. അമ്മ കൈ കാണിക്കോ? അവൾ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു. മായ, സ്റ്റോപ്പ്. ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് അല്ല ഒരു മെഡിസിൻ കൊടുക്കണ്ടേ. പോയി പാർവണയെ വിളിച്ചിട്ട് വാ. ശിവ അത് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി. അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, പാർവണ ഇപ്പൊ വരും. അവൻ അമ്മയെ സമാധാനിപ്പിച്ചു. ഒരു കോൾ വന്നതിന് ശിവ കുറച്ച് മാറി സംസാരിച്ചു. കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞ ശിവ കാണുന്ന അമ്മയോട് ചിരിച്ച് സംസാരിക്കുന്ന പാർവണിയാണ്. അവൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ അമ്മയുടെ അരികിലായിരുന്നു. കുഞ്ഞിന് പോളിയോ എടുത്തോ മോളെ? എടുത്തോമ്മ, അതാ വരാൻ വൈകിയേ. തിരിഞ്ഞിരിക്കുന്നതിനാൽ അവൾ ശിവയെ കണ്ടില്ല. എനിക്ക് നച്ചുമോള് ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മോള് പറഞ്ഞതും കേട്ടതല്ലാതെ കുഞ്ഞിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. മോള് ഒരു ദിവസം കുഞ്ഞിനെ കൊണ്ട് വരുവോ? വരാമ്മ, അവൾ പുഞ്ചിരോടെ പറഞ്ഞു. ശിവ അതേസമയം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. 1.5 കൊല്ലം കൊണ്ട് ഒരാൾക്ക് ഇത്രയും മാറ്റം വരുമോ? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴും കുട്ടിക്കളിയോടെ സംസാരിച്ചിരുന്ന അവളായിരുന്നു ഇപ്പൊ വല്ലാതെ പക്വത വന്നതുപോലെ. എന്നാ ഞാൻ പോവട്ടെ അമ്മ, ഡ്യൂട്ടി ടൈം ഇങ്ങനെ ഇരുന്നൂടാ. അത് അവൾ പറഞ്ഞു എണീറ്റതും പിന്നെ നിൽക്കുന്ന ശിവയാണ് കണ്ടത്. അവന്റെ നോട്ടം കണ്ട് അവളുടെ മനസ്സൊന്ന് പതറിപ്പോയിരുന്നു. എന്താ നോട്ടത്തിന്റെ അർത്ഥം? നിരാശയാണോ അതോ ദേഷ്യമോ? അവൾ ഓരോന്ന് ആലോചിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഉച്ചയ്ക്ക് രശ്മി ഒന്ന് വിളിച്ചു നോക്കി. പോളിയോ എടുത്ത കാരണം കുഞ്ഞ് നല്ല വാശിയും കരച്ചിലാണെന്ന് പറഞ്ഞു മുതൽ പാർവണയ്ക്ക് ആകെ ഒരു പരവേശമായിരുന്നു.
എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 മണിയായതും ബാഗ് എടുത്ത് അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തു നിന്ന് വരുന്ന ആളുടെ മേൽ കൂട്ടിയിടിച്ച് ഒരുമിച്ചായിരുന്നു. ബാലൻസ് കിട്ടാതെ വീഴാൻ നിന്ന് 2 കൈകൾ കൊണ്ട് അവളെ താങ്ങിയിരുന്നു. പെട്ടെന്ന് ആയതിനാൽ അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. തനിക്ക് പരിചിതമായ ഗന്ധം അവൾ പതിയെ കണ്ണു തുറന്നു. 2 കൈകൾ കൊണ്ട് തന്നെ താങ്ങി പിടിച്ചിരിക്കുന്ന ശിവയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. ഓരെ കിട്ടിക്കാനടി ഇത്ര തിരക്കിട്ട് കണ്ണും മൂക്കില്ലാതെ പായുന്നേ? ഇപ്പൊ തന്നെ തലയും കുത്തി താഴെ വീഴാണ്. അവളെ ശരിക്കും നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആരെ കിട്ടിക്കാനും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ശിവ മറുപടി പറയുന്നതിന് മുമ്പേ അവൾ ബാഗും ശരിയാക്കി പുറത്തേക്ക് ഓടിയിരുന്നു. ദേവിയോട് ഫോണിൽ സംസാരിച്ച് ജനലിനരികിൽ നിൽക്കുമ്പോഴാണ് അവൻ പുറത്ത് നിൽക്കുന്ന പാർവണിയെ കണ്ടത്. നിൽപ്പ് കാണുമ്പോൾ തന്നെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് വാച്ചിലെ സമയം നോക്കുന്നുണ്ട്. ഡോക്ടർ! പിന്നിൽ നിന്നുള്ള വിളി കേട്ട് ശിവ തിരിഞ്ഞു നോക്കി. മായായിരുന്നു അത്. എന്താ മായ? പുറത്ത് നിൽക്കുന്ന പാർവണിയെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. ഡോക്ടർ രാവിലെ ചോദിച്ചില്ലേ പാർവണിയെ കുറിച്ച് എന്തെങ്കിലും അറിയോന്ന്? ചോദിച്ചിരുന്നു. താൻ തന്നെയല്ലേ പറഞ്ഞത് അവളെ കുറിച്ച് അധികമൊന്നും അറിയില്ല എന്ന്? അതെ, പക്ഷെ മറ്റൊരാൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ആർക്ക്? സ്റ്റീഫൻ ഡോക്ടർ, ജോസഫ് ഡോക്ടറിന്റെ മകനാണ്. ജോസഫ് ഡോക്ടറുടെ പെറ്റായിരുന്നല്ലോ പാർവണ. അതുകൊണ്ട് പാർവണയെ കുറിച്ച് ഡോക്ടർക്ക് അറിയാതിരിക്കോ? സ്റ്റീഫൻ സാറ് നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, പീഡിയാട്രീഷ്യനാണ്. ഞാൻ വേണമെങ്കിൽ പോയി സംസാരിക്കാം. ഏയ്, ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. മായ്ക്ക് പോകാം. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ആരുടെയോ ബൈക്കിന് പിന്നിൽ കയറി പോകുന്ന പാർവണിയെ നോക്കി അവൻ പറഞ്ഞു. ഹെൽമറ്റ് വെച്ചിരുന്നതിനാൽ ഓടിക്കുന്ന ആളുടെ മുഖം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അത് കേട്ട് പാർവണ പുറത്തേക്ക് പോയി. അപ്പൊ അവ പറഞ്ഞെല്ലാം സത്യമാണ്. അവളുടെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. അവൻ മനസ്സിനെ കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കി ചെയറിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും വണ്ടിയുടെ കീയും എടുത്ത് ശിവ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് ജോലിക്കായിട്ട് വരേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി. മനസ്സും ജീവനും ആകെ മടുത്തതുപോലെ. അവൻ തന്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം മുന്നോട്ട് പോയി റെഡ് സിഗ്നൽ കണ്ടതും അവൻ വണ്ടി നിർത്തി. ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞു നോക്കി നിൽക്കുമ്പോഴാണ് തന്റെ മുന്നിലൂടെ ബൈക്കിൽ കടന്നു പോകുന്ന 2 പേരെ ശിവ ശ്രദ്ധിച്ചത്. രശ്മി, ആർദ്രവ്, അവരെങ്ങനെ ഇവിടെ വന്നു? അപ്പോഴേക്കും ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞതും അവൻ ആ ബൈക്കിന് പിന്നാലെ പോകാനായി ശ്രമിച്ചു. കുറെ ദൂരം മുന്നോട്ട് പോയിട്ട് അവരെ കണ്ടെത്താനായില്ല. ഇനി അത് അവരായിരിക്കില്ലേ? ഒരു പക്ഷെ എനിക്ക് തോന്നിയതായിരിക്കോ? അതെ, തനിക്ക് തോന്നിയതായിരിക്കും. അവരിവിടെ വരാൻ സാധ്യത കുറവാണ്. അതുണ്ടെങ്കിൽ തന്നെ അവരെ ഇവിടേക്ക് വരേണ്ട കാര്യം ഹരുവിനോട് പറഞ്ഞപ്പോൾ അവൻ പറയേണ്ടതല്ലേ അവരിവിടെയുള്ള കാര്യം. അവൻ ആരോന്ന് ചിന്തിച്ച് എപ്പോഴാണ് എത്തിയത് മൂലം അറിയില്ല. കീ ഉപയോഗിച്ച് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ശേഷം ആരുവിനെ വിളിച്ചു നോക്കി. കോൾ ബിസി ആയിരുന്നു. ശിവാനിയായിട്ടുള്ള കോളിലായിരിക്കും. അവൻ ചിരിച്ചുകൊണ്ട് ഫോൺ ടേബിളിന് മുകളിൽ വെച്ച് സോഫയിലേക്ക് ചാരിക്കടന്നു. പാറുണ തന്നെ വിട്ടു പോയെങ്കിലും ദേവിയെ പോലെ ആരും തന്റെ കൂടെ ഉണ്ടായിരുന്നു. അളിയ എന്നുള്ള അവന്റെ വിളി കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും പാറുണ വേഗം കുളിച്ച് കുഞ്ഞിന്റെ അരികിലേക്ക് വന്നു. താൻ വന്നതും രശ്മി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരുന്നു. കുഞ്ഞിനെ പകൽ സമയത്ത് നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവൾ നൈറ്റ് ഡ്യൂട്ടിയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. തനിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നും പാറുണയ്ക്ക് അറിയായിരുന്നു. കുളി കഴിഞ്ഞു വന്ന് കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്കി. നല്ല വാശിയാണ് കുഞ്ഞിന്. അവൾ കുഞ്ഞിന് 2 സൈഡിലും തലയണ വെച്ച് കൊടുത്ത് ശേഷം ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ജോസഫ് ഡോക്ടറിന്റെ ഫ്ലാറ്റാണിത്. തന്റെ പ്രശ്നങ്ങളാകെ തുറന്നു പറഞ്ഞിട്ടുള്ളത് ജോസഫ് ഡോക്ടറോട് മാത്രമാണ്. ഡോക്ടർ ഒരു മകളുടെ സ്ഥാനത്താണ് തന്നെ കണ്ടിട്ടുള്ളതും. പ്രായമായതിനാൽ ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്നും ജോലി റിസൈൻ ചെയ്തു. ഡോക്ടർ ഇപ്പോൾ കോട്ടയത്താണ്, സാറിന്റെ തറവാട്ടിൽ അമ്മച്ചിക്കൊപ്പം. ഡോക്ടർക്ക് ഒരു മകനാണ്, സ്റ്റീഫൻ. താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് സ്റ്റീഫനും. തന്നെ കാണുമ്പോൾ സ്റ്റീഫന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറയുന്നു അവളും പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും തന്നെ കുറച്ചൊക്കെ സ്റ്റീഫന് അറിയാമെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ആരിൽ നിന്നും ഒരു സഹതാപം ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് പാടെ അവഗണിച്ചു. ഓരോന്നാലോചിച്ച് പാറുണ ഫോണെടുത്ത് ആരുവിനെ വിളിച്ചു. രാവിലെ പറഞ്ഞതിന്റെ ബാക്കി അറിയാനാണ് അവൾ വിളിച്ചത്. ആര് പറയുന്നത് കേട്ട് പാറുണ ഒരു നിമിഷം തറഞ്ഞിരുന്നു. അപ്പൊ ശിവ സത്യ കല്യാണം കഴിച്ചില്ലേ? അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞേ? അവൾ ഓരോന്നാലോചിച്ചിരുന്നു. ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങൾ. തുമ്പി, എൻ്റെ അളിയൻ വിളിക്കുന്നുണ്ട്, ഞാൻ ഇനി നിന്നെ പിന്നെ വിളിക്കാട്ടോ. അത് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തോ. ശേഷം അവൻ ഒരു പുഞ്ചിരിയോടെ ശിവയെ വിളിച്ചു.
എന്താളിയായി ഈ സമയത്തൊരു കോള്? പാർവണ എവിടെയാന്ന് നിനക്ക് അറിയാമോ? എന്താളിയാ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അവളെവിടെയാന്ന് അറിയാമെങ്കിൽ ഞാൻ ഇതിനോട് പറയാതിരിക്കോ? എന്നാൽ ഞാൻ അവളെ കണ്ടു. അവളെ കണ്ടത് മുതൽ വൈകുന്നേരം ആയ കാര്യം, ആരുടെയോ ബൈക്കിൽ കയറി പോയെന്ന കാര്യം വരെ അവൻ ആരുവിനോട് പറഞ്ഞു. താൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുന്ന സന്തോഷത്തിൽ ആരോ ശിവ പറയുന്ന എല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ ഇരുന്നു. അയാൾ എന്തിനാ പറ്റിച്ചേ? ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേ? അയാൾ വേണമെന്ന് വെച്ച് ശിവയിൽ നിന്ന് പറ്റിയതായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഞാൻ എൻ്റെ ശിവയെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ഓർമ്മകൾ പതിയെ 1.5 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് ആരുവിനോടൊപ്പം വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം 1-2 ആഴ്ച പല സ്ഥലങ്ങളിലായി കറങ്ങി. എന്നാൽ അതൊന്നും തൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞു. ശിവയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ അധികം വൈകാതെ കാര്യങ്ങൾ അവർ അറിഞ്ഞു. അതിനിടയിൽ ശിവ പലതവണ വന്നെങ്കിലും ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ മറഞ്ഞു നിന്നു. അതിന്റെ ഭാഗമായി ഒരു വീട്ടിലേക്ക് മാറി. അവന്റെ ജീവിതത്തിൽ നിന്നും മാറിക്കൊടുക്കണമെന്ന് കരുതിയതാണ് അങ്ങനെയെല്ലാം ചെയ്തത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ദിവസം തൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. തൻ്റെ ജീവിതം വേറെ ഒരു ദിശയിലേക്ക് മാറ്റുന്ന കോളായിരിക്കുമെന്നും അവളും അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ശിവേനെയും പാർവണേനെയും ഉടൻ തന്നെ സെറ്റാക്കുന്നതാണ്. നിങ്ങൾ അയക്കുന്ന മെസ്സേജെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.